ജെഎൻയു ക്യാമ്പസിൽ പോലീസിനെ പ്രവേശിപ്പിക്കില്ലെന്ന് വൈസ് ചാൻസലർ. രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെട്ട ജെഎൻയുവിലെ വിദ്യാർത്ഥികൾ ദില്ലി പോലീസിൽ കീഴടങ്ങില്ല. എന്നാൽ അറസ്റ്റ് വരിക്കാൻ തയ്യാറാണെന്ന് വിദ്യാർത്ഥികൾ വ്യക്തമാക്കി. വിദ്യാർത്ഥികൾ കീഴടങ്ങിയില്ലെങ്കിൽ മറ്റു മാർഗങ്ങൾ സ്വീകരിക്കുമെന്ന് പോലീസ് കമ്മീഷണർ BS ബസി പറഞ്ഞു. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും മനു ശങ്കർ ചേരുകയാണ്. മനു, ജെഎൻയു വിഷയം കൂടുതൽ പ്രക്ഷുബ്ധമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണോ? പോലീസ് നിലപാട് കടുപ്പിക്കുന്നു, അതേസമയം തന്നെ കീഴടങ്ങില്ല എന്ന രീതിയിൽ വിദ്യാർത്ഥികളും ഉറച്ചു നിൽക്കുകയാണ്. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? മനുശങ്കർ, കേൾക്കാമെങ്കിൽ. തീർച്ചയായിട്ടും ഇപ്പോൾ VC-യുമായുള്ള കൂടിക്കാഴ്ച അധ്യാപക സംഘടനകൾ നടത്തുകയാണ്. ഇതിൽ തന്നെ അധ്യാപക സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നത് ക്യാമ്പസിനകത്ത് കയറി വിദ്യാർത്ഥികളെ മറ്റും അറസ്റ്റ് ചെയ്യരുത്, പകരം ഈ വിദ്യാർത്ഥികൾക്കെതിരെ വ്യാജ വീഡിയോയുടെയും മറ്റും തെളിവുകൾ അടിസ്ഥാനപ്പെടുത്തിയാണ് രാജ്യദ്രോഹ കുറ്റമടക്കം ചുമത്തി പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതിന് ഈ വ്യാജ വീഡിയോകൾ വ്യക്തമായ ഒരു സാഹചര്യത്തിൽ ഈ വിദ്യാർത്ഥികൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന ക്രിമിനൽ ചാർജുകൾ ഒഴിവാക്കണമെന്നും പുതിയ അന്വേഷണ കമ്മീഷനെ വെച്ച് ഈ ക്യാമ്പസിനകത്ത് പുതിയ അന്വേഷണ കമ്മീഷനെ വെച്ച് തുടർന്ന് ഇത് സംബന്ധിച്ച് ഈ വീണ്ടും ഉമർ ഖാലിദ് അടക്കമുള്ള വിദ്യാർത്ഥികൾ കുറ്റക്കാരാണോ എന്നത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നും കൂടിയാണ് അധ്യാപകർ ഇപ്പോൾ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഇപ്പോൾ അനുകൂലപ്പെട്ടിരിക്കുന്നു എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. അല്പസമയങ്ങൾക്കകം ഇത് യോഗം അവസാനിക്കും. ഇതിനുശേഷം DC നിലപാട് വ്യക്തമാക്കുകയും ചെയ്യും. എന്തായാലും ദില്ലി പോലീസ് കമ്മീഷൻ DSP പറഞ്ഞിരിക്കുന്നത് നിലവിൽ വിദ്യാർത്ഥികൾ ഇപ്പോൾ കീഴടങ്ങാൻ തയ്യാറാകുന്നില്ല എന്ന് വ്യക്തമാക്കുകയാണെങ്കിൽ തങ്ങൾ അടുത്ത നടപടിയിലേക്ക് കടക്കുമെന്നാണ്. നൂറുകണക്കിന് പോലീസുകാരാണ് സിവിലിയൻ വേഷത്തിൽ ക്യാമ്പസിന് ചുറ്റും നിലയുറപ്പിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ ഒരുപക്ഷെ വിദ്യാർത്ഥികൾ കീഴടങ്ങേണ്ടതില്ല എന്നൊരു ഔദ്യോഗിക പ്രഖ്യാപനം വന്നാൽ ഇതിനുശേഷം പോലീസ് ഈ ഉമർ ഖാലിദ് അടക്കമുള്ള 6 വിദ്യാർത്ഥികളെയും അറസ്റ്റ് ചെയ്തേക്കുമെന്നാണ് അറിയുന്നത്. എന്നാൽ ക്യാമ്പസിനകത്ത് പോലീസ് പ്രവേശിച്ചാൽ തടയും എന്നാണ് വിദ്യാർത്ഥികളും പറഞ്ഞിരിക്കുന്നത്. അതിനാൽ തന്നെ വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥയാണ് വരും മണിക്കൂറുകളിൽ JNU സാക്ഷ്യം വഹിക്കുക. മനു സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ദില്ലി പോലീസ് കാര്യങ്ങൾ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ, അതായത് ദില്ലി പോലീസ് കമ്മീഷണർ ബസി വ്യക്തമാക്കിയതുപോലെ ഏത് രീതിയിലും വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യും എന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ? അതോടൊപ്പം തന്നെ VC സർവകലാശാലയ്ക്കുള്ളിലേക്ക് പോലീസിനെ പ്രവേശിപ്പിക്കില്ല എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുമ്പോൾ തീർത്തും സംഘർഷഭരിതമായ ഒരവസ്ഥയാണോ അവിടെയുള്ളത്? തീർച്ചയായും സുരേഷ്, അത്തരത്തിലുള്ള ഒരു അവസ്ഥ തന്നെയാണ് ഉള്ളത്. നിലവിൽ VC അധ്യാപക സംഘടനകളോട് ആവശ്യപ്പെട്ടത് ഈ വിദ്യാർത്ഥികൾ കീഴടങ്ങണം, പോലീസ് മുമ്പാകെ കീഴടങ്ങണമെന്നും പകരം പോലീസ് ഇത് ക്യാമ്പസിനകത്ത് കയറി വീണ്ടും അറസ്റ്റ് മറ്റും ചെയ്താൽ ഇത് ക്യാമ്പസിന് പേരുദോഷം ഉണ്ടാക്കുമെന്നുമാണ് VC മുന്നോട്ട് വച്ച നിർദ്ദേശം. എന്നാൽ ഇത് സ്വീകരിക്കാൻ അധ്യാപകർ തയ്യാറായില്ല. അധ്യാപകർ വളരെ ശക്തമായി ആവശ്യപ്പെട്ടത് ക്യാമ്പസിനകത്ത് പോലും ഇത്തരത്തിലുള്ള രജിസ്ട്രാറുടെ അടക്കമുള്ളവരുടെ തീരുമാനങ്ങളായിരുന്നു. അതിനാൽ തന്നെ സർവകലാശാല രജിസ്ട്രാറുടെ അടക്കം മാറ്റണമെന്ന നിർദ്ദേശം പോലും പറ്റൂ. ഈ തരത്തിൽ അധ്യാപകർ ഒറ്റക്കെട്ടായി വിദ്യാർത്ഥികൾക്ക് വേണ്ടി വാദിച്ച ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ VCയും ഏകദേശം അനുകൂല നിലപാടിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എന്നാൽ വിദ്യാർത്ഥികളെ കീഴടങ്ങില്ല എന്നൊരു നിലപാട് VC ഔദ്യോഗികമായി അല്പസമയങ്ങൾക്കകം പ്രഖ്യാപിച്ചാൽ പോലീസ് അകത്ത് കയറി തന്നെ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തേക്കുമെന്നാണ് ഉന്നത പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഈ കേൾക്കുവാനായ 100 പോലീസുകാർ ക്യാമ്പസിന് ചുറ്റും നിലയുറപ്പിച്ചിട്ടുള്ളതും അതിനാൽ തന്നെ വലിയ രീതിയിൽ ഒരു സംഘർഷ സാധ്യത വരും മണിക്കൂറുകളിൽ JNUവിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. വ്യക്തമാണ്. JNU ക്യാമ്പസിൽ പോലീസിനെ പ്രവേശിപ്പിക്കില്ലെന്ന് വൈസ് ചാൻസലർ. അതോടൊപ്പം തന്നെ രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെട്ട JNUവിലെ വിദ്യാർത്ഥികൾ ദില്ലി പോലീസിൽ കീഴടങ്ങില്ല, എന്നാൽ അറസ്റ്റ് വരിക്കാൻ തയ്യാറാണെന്ന് വിദ്യാർത്ഥികൾ വ്യക്തമാക്കി. വിദ്യാർത്ഥികൾ കീഴടങ്ങിയില്ലെങ്കിൽ മറ്റു മാർഗങ്ങൾ സ്വീകരിക്കുമെന്ന് പോലീസ് കമ്മീഷണർ BS ബസിയും പറഞ്ഞിരിക്കുകയാണ്. സംഘർഷഭരിതമായ അവസ്ഥയാണ് JNU ക്യാമ്പസിൽ ഇപ്പോൾ ഉള്ളത്. മനുശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്. ദില്ലി പോലീസ് കമ്മീഷണർ ബസി RSS ഏജന്റിനെ പോലെ പെരുമാറുന്നുവെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് പറഞ്ഞു. വയനാട്ടിൽ ആദിവാസി ക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് വളയിൽ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബൃന്ദ കാരാട്ട്. It is up to the JNU administration to take the proper course. As far as the cases against the students are concerned, these are concocted cases on the basis of manufactured evidence. And the way the Delhi Police Commissioner has acted as though he is the representative of the RSS and the ABVP. No police commissioner can act in the way that he has done. സരിതയുടെ ഫോൺ രേഖകൾ ഡിലീറ്റ് ചെയ്തതായി IG TJ ജോസ് സോളാർ കമ്മീഷൻ അറിയിച്ചു. കേസിന് പ്രയോജനപ്പെടുന്നതല്ല എന്ന് മനസ്സിലാക്കിയാണ് ഡിലീറ്റ് ചെയ്തതെന്നും ഇത് വിദഗ്ധർക്ക് തിരികെയെടുക്കാൻ കഴിയുമെന്നും TJ ജോസ് കമ്മീഷൻ മുമ്പാകെ പറഞ്ഞു. സോളാർ കമ്മീഷൻ മുമ്പാകെ സരിത ഇന്ന് ഹാജരാകില്ല.
അസുഖമായതിനാൽ വിസ്താരം 2 ദിവസത്തേക്ക് മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് സരിത കമ്മീഷനിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും മറ്റന്നാൾ സരിത നിർബന്ധമായും പങ്കെടുക്കണമെന്ന് കമ്മീഷൻ അറിയിച്ചു. 2013 ജൂൺ 15-19 തീയതികളിലെ സരിതയുടെ ഫോൺ കോൾ രേഖകൾ IG TJ ജോസ് ചോർത്തുകയും പിന്നീട് നശിപ്പിക്കുകയും ചെയ്തതായുള്ള ഇന്റലിജൻസ് ADGP റിപ്പോർട്ട് പരിശോധിക്കപ്പെട്ടില്ലെന്ന് കാണിച്ച് LDF സർക്കാരിന് നിവേദനം സമർപ്പിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് TJ ജോസിനെ കമ്മീഷൻ ഇന്ന് വിസ്തരിച്ചത്. 2013 സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ IG ആയിരുന്നു താൻ. അന്ന് മന്ത്രിമാർക്കെതിരെ ഫേസ്ബുക്കിൽ വന്ന അപകീർത്തികരമായ പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി. അന്വേഷണത്തിന്റെ ഭാഗമായാണ് 4 ഫോൺ നമ്പറുകൾ ശേഖരിക്കുകയും സേവനദാതാക്കളിൽ നിന്ന് അതിന്റെ പൂർണ്ണ വിവരങ്ങൾ ലഭ്യമാക്കുകയും ചെയ്തത്. സരിതയുടേതടക്കമുള്ള നമ്പറുകൾ ആ കേസിലേക്ക് പ്രയോജനമില്ല എന്ന് കണ്ട് അത് പിന്നീട് ഫയലിൽ നിന്ന് മായ്ച്ചു കളഞ്ഞുവെന്ന് IG TJ ജോസ് മൊഴി നൽകി. നമ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട് പത്രങ്ങളിലും മാധ്യമങ്ങളിലും വാർത്ത വന്നത് സംബന്ധിച്ച് തനിക്ക് ബന്ധമില്ല. ടെലിഫോൺ കോൾ ഡീറ്റെയിൽ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് അന്നത്തെ ഇന്റലിജൻസ് ADGP സെൻകുമാർ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അന്വേഷണം നടത്തിയതായി പത്രവാർത്തകളിലൂടെ മാത്രമേ അറിയൂ. ഇക്കാര്യത്തിൽ തന്റെ മൊഴിയെടുക്കുകയോ വിശദീകരണം ചോദിക്കുകയോ ചെയ്തിട്ടില്ലെന്നും IG അറിയിച്ചു. അതേസമയം വിസ്താരം 2 ദിവസത്തേക്ക് കൂടി മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ടുള്ള സരിതയുടെ അപേക്ഷ കമ്മീഷൻ അനുവദിച്ചു. സരിത മറ്റന്നാൾ 11 മണിക്ക് നിർബന്ധമായും കമ്മീഷനിൽ ഹാജരാകണമെന്നും അല്ലാത്തപക്ഷം അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുന്ന നടപടികളിലേക്ക് കടക്കുമെന്നും കമ്മീഷൻ ഉത്തരവിട്ടു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സ്ഥാനാർത്ഥി തർക്കം പരിഹരിക്കാൻ ഹൈക്കമാൻഡുമായി ചർച്ചയ്ക്ക് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും VM സുധീരനും ദില്ലിയിലെത്തി. തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടും എന്നതിനർത്ഥം എല്ലാവരും മത്സരിക്കുമെന്നല്ലെന്ന് KPCC അധ്യക്ഷൻ VM സുധീരൻ പറഞ്ഞു. ഉമ്മൻചാണ്ടി പ്രവർത്തക സമിതി അംഗം AK ആന്റണിയുമായി പ്രത്യേകം ചർച്ച നടത്തി. വൈകിട്ട് 7:30 3 നേതാക്കളുമായി സോണിയാഗാന്ധി ചർച്ച നടത്തും. ഹൈക്കമാൻഡുമായുള്ള KPCC നേതാക്കളുടെ ദില്ലി ചർച്ച ആരംഭിച്ചു. തെരഞ്ഞെടുപ്പിനെ ആര് നയിക്കും, സ്ഥാനാർത്ഥി നിർണയം എങ്ങനെ, മാനദണ്ഡങ്ങൾ എന്തായിരിക്കണം എന്നത് സംബന്ധിച്ചാണ് ചർച്ച. ബാർ കേസിലും സോളാർ കേസിലും പ്രതിച്ഛായ നഷ്ടമായ ഉമ്മൻചാണ്ടി തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടതില്ലെന്ന കടുത്ത നിലപാടിലാണ് VM സുധീരൻ. സാമുദായിക പരിഗണന തിരിച്ചടിയാകാതിരിക്കാൻ ഉമ്മൻചാണ്ടി പ്രചാരണത്തിൽ സജീവമായാലും നയിക്കുന്നത് ചാണ്ടിയാകുന്നത് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള I ഗ്രൂപ്പ് എതിർക്കുന്നു. തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടണമെന്നാണ് ഹൈക്കമാൻഡിന്റെ അഭിപ്രായമെങ്കിലും ഇതിനെ നേതൃത്വത്തിലെ എല്ലാവരും മത്സരിക്കണമെന്ന വ്യാഖ്യാനമായി കരുതേണ്ടതില്ലെന്ന് സുധീരൻ വ്യക്തമാക്കി കഴിഞ്ഞു. എല്ലാവരും ഒന്നിച്ച് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്നിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നില്ല. മറിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഒറ്റക്കെട്ടായി ഒന്നിച്ച് മുന്നോട്ട് നീക്കുക, അതാണ് പൊതുവെ സ്വീകരിച്ചു വന്നിട്ടുള്ളൊരു നിലപാട്. ആരോപണ വിധേയർ മാറി നിൽക്കണമെന്ന് ആവശ്യപ്പെടുന്നതിലൂടെ തമ്പാനൂർ രവി, ബെന്നി ബേനാൻ തുടങ്ങി ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തരെയാണ് സുധീരനും ചെന്നിത്തലയും ലക്ഷ്യമിടുന്നത്. ഇത് കനത്ത ക്ഷീണമുണ്ടാക്കുമെന്നതിനാൽ ഉമ്മൻചാണ്ടി അംഗീകരിക്കില്ല. അതേസമയം പിന്തുണ തേടി രാവിലെ 9 മണിയോടെ ഉമ്മൻചാണ്ടി AK ആന്റണിയുടെ വസതിയിലെത്തി കണ്ടു. കൂടിക്കാഴ്ച അരമണിക്കൂർ നീണ്ടു. അതിനുശേഷം VM സുധീരനും രമേശ് ചെന്നിത്തലയും പ്രത്യേകം ആന്റണിയെ കണ്ട് പ്രശ്നങ്ങൾ അറിയിച്ചു. സോണിയാഗാന്ധിയുമായി രാത്രി 7 മണിക്കാണ് ചർച്ച. കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി മുഗൾ വാസ്നിക്, തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഗുലാം നബി ആസാദ്, AK ആന്റണി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. തെരഞ്ഞെടുപ്പിനെ ആര് നയിക്കും എന്ന അവ്യക്തത ഇപ്പോഴും KPCCക്കുള്ളിൽ തുടരുന്നു. എല്ലാവരും തെരഞ്ഞെടുപ്പ് രംഗത്ത് വേണ്ടതില്ല എന്ന നിലപാടിലാണ് VM സുധീരനുള്ളത്. ദില്ലിയിൽ നിന്നും ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം സന്തോഷ് സർലിംഗ്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ നിയമസഭാ സീറ്റിനെ ചൊല്ലി ആഭ്യന്തര കലഹം രൂക്ഷമായി. ചങ്ങനാശ്ശേരി സീറ്റിന് അവകാശവാദം ഉന്നയിച്ച് യൂത്ത് ഫ്രണ്ട് മുൻ സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ രംഗത്തെത്തി. പാർട്ടി വൈസ് ചെയർമാനും സിറ്റിംഗ് MLAയുമായ CF തോമസ് മാറി നിൽക്കണമെന്നും ആവശ്യം. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എം നേതൃത്വത്തോട് ചങ്ങനാശ്ശേരി സീറ്റ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ തൽക്കാലം തളിപ്പറമ്പിൽ മത്സരിക്കാനും അടുത്ത തവണ ചങ്ങനാശ്ശേരി സീറ്റ് നൽകാമെന്നും പാർട്ടി നേതൃത്വം അന്ന് നൽകിയ ഉറപ്പ് ഇക്കുറി പാലിക്കുമെന്നാണ് കരുതുന്നതെന്ന് യൂത്ത് ഫ്രണ്ട് മുൻ നേതാവ് ജോബ് മൈക്കിൾ പീപ്പിൾ TVയോട് പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞാനിവിടെ സ്ഥാനാർത്ഥിയായിട്ട് പാർട്ടിക്ക് സീറ്റ് ചോദിച്ച ആളാണ്. ആ ചോദിച്ച സമയത്ത് എന്നോട് പാർട്ടി പറഞ്ഞത് അടുത്ത പ്രാവശ്യം തീർച്ചയായും ഈ സീറ്റ് ജോബ് മൈക്കിൾ മത്സരിക്കാം എന്നുള്ള ഒരു കണ്ടീഷനിലാണ് ഞാൻ തളിപ്പറമ്പിന് പോയത്. ആ തീരുമാനം പാർട്ടി നടപ്പാക്കിക്കോളും. പാർട്ടി ചെയർമാനും പാർട്ടി ലീഡർഷിപ്പും ഒക്കെ അതിനുവേണ്ടി നിലപാടെടുക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പാർട്ടിയിൽ കാലഘട്ടത്തിന് അനുസൃതമായി മാറ്റമുണ്ടാകണം. വർഷങ്ങളായി മത്സരിച്ചവർ യുവാക്കൾക്കായി മാറിക്കൊടുക്കണം. 36 വർഷം അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ മത്സരിച്ച് അവരുടെ പ്രായം മാറിക്കഴിയുമ്പോൾ പുതിയ ആളുകൾ വരണമല്ല. ആ മാറ്റത്തിന് അനുസൃതമായിട്ടുള്ള ഒരു കാര്യം ചങ്ങനാശ്ശേരിയിൽ നടക്കും.
പാർട്ടി വൈസ് ചെയർമാനും സിറ്റിംഗ് MLAയുമായ CF തോമസ് പാർട്ടി തീരുമാനത്തിന് അനുസൃതമായി മാറിക്കൊടുക്കുമോ എന്ന ചോദ്യത്തിന് ജോബിന്റെ മറുപടി ഇങ്ങനെ: പാർട്ടിയോട് കൂറും അചഞ്ചലമായ വിശ്വാസം കൂറും നിലനിർത്തുക എന്ന് പറഞ്ഞ ഒരു പാർട്ടി മെന്റെ കടമയാണ്. ആ പാർട്ടി മെൻ ആ കടമ നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് മാറിക്കൊടുക്കത്തില്ല എന്നുള്ള തീരുമാനം അല്ല. അത് പാർട്ടി ആവശ്യപ്പെടുന്ന സമയത്ത് പാർട്ടിക്ക് അനുസൃതമായി ആ പാർട്ടിയെ സ്നേഹിക്കുന്ന, പാർട്ടിയോട് കൂറുപുലർത്തുന്ന ആള് അതിനുവേണ്ടി തയ്യാറെടുക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. മുന്നണിയിലോ പാർട്ടിയിലോ സീറ്റ് ചർച്ചകൾ തുടങ്ങാനിരിക്കുന്ന സന്ദർഭത്തിൽ കേരള കോൺഗ്രസിന്റെ ഈറ്റില്ലമായ കോട്ടയത്തു നിന്നും സീറ്റിനായി ഉയർന്ന പരസ്യമായ അവകാശവാദം വരും ദിവസങ്ങളിൽ പാർട്ടിയെ പൊട്ടിത്തെറിയിലേക്ക് നയിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. ബാറുടമ ബിജു രമേശിൽ നിന്നും മന്ത്രി K. ബാബു കോഴ വാങ്ങിയെന്ന ആരോപണത്തിൽ വിജിലൻസ് സമർപ്പിച്ച ത്വരിതാന്വേഷണ റിപ്പോർട്ട് തൃശൂർ വിജിലൻസ് കോടതി ഏപ്രിൽ 23 പരിഗണിക്കും. മന്ത്രി പണം വാങ്ങിയെന്ന പൊതുപ്രവർത്തകൻ ജോർജ് വട്ടക്കുളത്തിന്റെ ആരോപണം നിലനിൽക്കുന്നതല്ലെന്ന റിപ്പോർട്ടാണ് വിജിലൻസ് ഫെബ്രുവരി 8 കോടതിയിൽ സമർപ്പിച്ചത്. മന്ത്രിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാനുള്ള വിജിലൻസ് കോടതി ഉത്തരവിൽ ഹൈക്കോടതി സ്റ്റേ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ത്വരിതാന്വേഷണ റിപ്പോർട്ട് പരിഗണിക്കുന്നത് ഏപ്രിലേക്ക് മാറ്റിയത്. വയനാട്ടിൽ ആദിവാസി ക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് വളയിൽ സമരം നടക്കുകയാണ്. ആദിവാസികൾക്കുള്ള ഭൂവിതരണം ഉൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. സ്മാർട്ട് സിറ്റിയുടെ 1ാം ഘട്ടത്തിന്റെ ഭാഗമായി ഉദ്ഘാടനം ചെയ്ത് പണി പൂർത്തിയാകാത്ത കെട്ടിടത്തിന്റെ നിർമ്മാണം ഇപ്പോഴും തുടരുകയാണ്. 1ാം ഘട്ടത്തിൽ പ്രഖ്യാപിച്ച കമ്പനികളുടെ പ്രവർത്തനം എന്ന് തുടങ്ങുമെന്ന് അധികൃതർക്കും അറിയില്ല. ഇതാണ് സ്മാർട്ട് സിറ്റി 1ാം ഘട്ടത്തിന്റെ ഭാഗമായി പൂർത്തിയാക്കിയ ആദ്യ IT ടവർ. 12 വർഷത്തിനു ശേഷം പൂർത്തിയായ പദ്ധതിയായതുകൊണ്ടാകാം തൃപ്തിയാകാതെ ഇപ്പോഴും പണി തുടരുകയാണ്. തട്ടുപൊളിപ്പൻ ഉദ്ഘാടനം നടത്തി കണ്ണഞ്ചിപ്പിച്ചെങ്കിലും സ്മാർട്ട് സിറ്റിയിലെ യാഥാർത്ഥ്യങ്ങൾ ഒന്നൊന്നായി പുറത്തു വരികയാണ്. കെട്ടിടം പണിത ചില്ലുകൊണ്ട് മൂടിയെങ്കിലും അതിനകത്ത് കൃത്യമായ പ്രവൃത്തികളൊന്നും ചെയ്തിട്ടില്ല. പ്ലംബിംഗ്, വയറിംഗ് ജോലികൾ ഇപ്പോഴും നടന്നു വരികയാണ്. കെട്ടിടത്തിന്റെ ചുറ്റുപാടുകളുടെ മിനുക്കുപണികളും എങ്ങും എത്തിയിട്ടില്ല. ചുരുങ്ങിയത് 6 മാസമെങ്കിലും എടുക്കും ഏതെങ്കിലും ഒരു കമ്പനിക്ക് ഇതിലേക്ക് പ്രവർത്തനം മാറ്റാൻ. പണി പൂർത്തിയാകാത്ത ഈ കെട്ടിടത്തിലേക്കാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ലോകത്തോട് ജോലി ചെയ്യാൻ വരാൻ പറഞ്ഞത്. വൻകിട IT കമ്പനികൾ എന്തുകൊണ്ട് ഈ ഘട്ടത്തിൽ ഇവിടേക്ക് വന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരവും പണിതീരാത്ത കെട്ടിടം തന്നെയാണ്. നിർമ്മാണ സാമഗ്രികളുമായി വാഹനങ്ങൾ ഇപ്പോഴും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടഭിമുഖമായിട്ടുള്ള ഇൻഫോ പാർക്കിൽ ഇതിനു മുൻപ് IT കെട്ടിടങ്ങൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് പൂർണ്ണ സജ്ജമായിട്ടായിരുന്നു. ഏറെ കൊട്ടിഘോഷിച്ച ഒരു പദ്ധതിയുടെ നടത്തിപ്പിന് കൃത്യമായ സർക്കാർ നിരീക്ഷണം ഉണ്ടായിരുന്നില്ല എന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. തെരഞ്ഞെടുപ്പിന് എണ്ണം പറയാനായി ഏതു വിധേനയും പദ്ധതി ഉദ്ഘാടനം ചെയ്യിപ്പിക്കുക മാത്രമായിരുന്നു സർക്കാരിന് താൽപ്പര്യവും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പാർലമെന്റിന്റെ ബഡ്ജറ്റ് സമ്മേളനം നാളെ ആരംഭിക്കും. കനയ്യയുടെ അറസ്റ്റ് സഭയെ ബഹളമയമാക്കും. JNU വിഷയം സഭ ചർച്ച ചെയ്യാമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. വ്യാഴാഴ്ച റെയിൽ ബഡ്ജറ്റും തിങ്കളാഴ്ച പൊതു ബഡ്ജറ്റും അവതരിപ്പിക്കും. JNU വിഷയത്തിൽ ഇടതുപക്ഷവും പ്രതിപക്ഷ പാർട്ടികളും സംയുക്തമായി പ്രതിഷേധത്തിൽ നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ബഡ്ജറ്റ് സമ്മേളനം നാളെ ആരംഭിക്കുന്നത്. JNU വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തത് വ്യാജ വീഡിയോയുടെ അടിസ്ഥാനത്തിലാണ് എന്നത് കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നു. കൂടാതെ വിഷയത്തിൽ NDAയ്ക്കുള്ളിൽ തന്നെ എതിരഭിപ്രായമുണ്ട്. പുറമേ നിന്നുള്ള പിന്തുണ സമാജ്വാദിയിൽ നിന്നും തൃണമൂൽ കോൺഗ്രസിൽ നിന്നും ലഭിക്കില്ല. പ്രതിപക്ഷ പ്രതിഷേധത്തെ ഒറ്റയ്ക്ക് നേരിടേണ്ടി വരും. വിഷയം ചർച്ച ചെയ്ത് പ്രതിഷേധം കുറയ്ക്കാനും NDA ശ്രമിക്കുന്നു. എന്നാൽ JNUവിൽ പ്രസംഗിച്ച രാഹുൽ ഗാന്ധി ദേശവിരുദ്ധരെ പിന്തുണയ്ക്കുന്നു എന്ന് കാണിച്ച് BJP അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകുമെന്ന് സൂചനയുണ്ട്. എങ്കിലത് പ്രശ്നങ്ങളെ വീണ്ടും ആളിക്കത്തിക്കും. രാജ്യസഭയിൽ ബില്ലുകൾ പാസാക്കാൻ ഇത്തവണയും കേന്ദ്ര സർക്കാരിന് കഴിയില്ല. 25-ാം തീയതി കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രി സുരേഷ് പ്രഭു കേന്ദ്ര റെയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കും. തിങ്കളാഴ്ച മോദി സർക്കാരിന്റെ 2ാമത്തെ പൂർണ്ണ പൊതു ബഡ്ജറ്റ് ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലിയും അവതരിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ശബരിമലയിലെ സ്ത്രീ പ്രവേശന വിഷയത്തിൽ നയരൂപീകരണത്തിനായി ദേവസ്വം ബോർഡ് വിളിച്ചു ചേർത്ത യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണന്റെ അധ്യക്ഷതയിലാണ് യോഗം. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ, ഗുരുവായൂർ, കൂടൽമാണിക്യം ദേവസ്വം ബോർഡുകളിൽ നിന്നുള്ള പ്രതിനിധികളും ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. തുടർന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലെ പ്രധാന ക്ഷേത്രങ്ങളിലെ തന്ത്രിമാരുടെ യോഗവും നടക്കും.
കുറ്റകൃത്യവും അഴിമതിയും സമൂഹത്തിൽ ക്രമാതീതമായി വർദ്ധിക്കുകയാണെന്ന് CBI ഡയറക്ടർ അനിൽ സിൻഹ. പൊതുരംഗത്ത് അഴിമതി വർദ്ധിക്കാതിരിക്കാൻ CBI നിതാന്ത ജാഗ്രതയിലാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. CBIയുടെ തിരുവനന്തപുരം ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുറ്റകൃത്യവും അഴിമതിയും ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ CBIയുടെ പ്രസക്തിയും പ്രാധാന്യവും ഏറെ വലുതാണെന്ന് എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു CBI ഡയറക്ടർ അനിൽ സിൻഹ പ്രസംഗിച്ചത്. പൊതുരംഗത്തെ അഴിമതിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് CBI സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം CBI യൂണിറ്റിന് ഏറെ പ്രാധാന്യമുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. CBIയുടെ തിരുവനന്തപുരം ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. Our endeavor against crime and corruption is going on very seriously, as well as the kind of eye that we are keeping on the corrupt persons, the public servants, is an indication that Central Bureau of Investigation is relentlessly pursuing its motto, that is integrity above all and industry and impartiality. മുട്ടത്രയിൽ സംസ്ഥാന സർക്കാർ കൈമാറിയ സ്ഥലത്താണ് CBIയുടെ ആസ്ഥാനം ഒരുങ്ങുന്നത്. ആസ്ഥാന മന്ദിരത്തോടൊപ്പം റെസിഡൻഷ്യൽ കോംപ്ലക്സും നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നാഷണൽ ബിൽഡിംഗ് കോർപ്പറേഷനാണ് പണികൾക്ക് മേൽനോട്ടം വഹിക്കുന്നത്. ചടങ്ങിൽ CBIയുടെ ജോയിന്റ് ഡയറക്ടർ AYV കൃഷ്ണ, റേഞ്ച് DIG സെങ്കതിർ, SP ജോസ് മോഹൻ എന്നിവർ സംസാരിച്ചു. DGP TP സെൻകുമാർ അടക്കമുള്ള സംസ്ഥാനത്തെ ഉയർന്ന IPS ഉദ്യോഗസ്ഥരും ഉയർന്ന CBI ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. S ജീവൻകുമാർ, തിരുവനന്തപുരം. ആറ്റുകാൽ ദേവിക്ക് പൊങ്കാല അർപ്പിക്കാനായി തലസ്ഥാന നഗരം ഒരുങ്ങിക്കഴിഞ്ഞു. പൊങ്കാലയ്ക്ക് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ നഗരത്തിന്റെ വീഥികൾക്കിരുവശവും പൊങ്കാല അടുപ്പുകളാൽ നിറഞ്ഞു കഴിഞ്ഞു. പൊങ്കാലയെ ഹരിതമാക്കാനുള്ള അവസാനവട്ട മിനുക്കുപണികളിലാണ് ജില്ലാ ഭരണകൂടവും നഗരസഭയും. ആത്മസമർപ്പണത്തിന്റെ വിശുദ്ധിയിൽ മുങ്ങി ലക്ഷക്കണക്കിന് സ്ത്രീഭക്തരാണ് അമ്മയ്ക്ക് പൊങ്കാലയർപ്പിക്കാനായി തലസ്ഥാനത്ത് എത്തിക്കൊണ്ടിരിക്കുന്നത്. തലസ്ഥാനത്തിന്റെ എല്ലാ വഴികളും ആറ്റുകാലിലേക്ക് എന്നതാണ് വസ്തുത. നാളെ രാവിലെ 10 മണിക്ക് ക്ഷേത്രതന്ത്രി തെക്കേടത്ത് പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് ശ്രീകോവിലിൽ നിന്നും പകരുന്ന അഗ്നി ക്ഷേത്രത്തിന് മുന്നിലെ പണ്ടാരടുപ്പിൽ പകരുന്നതോടെ നഗരത്തെ യാഗശാലയാക്കി മാറ്റി പൊങ്കാല ആരംഭിക്കും. ഉച്ചയ്ക്ക് 1:30 പൊങ്കാല നിവേദ്യം. ഇതിനായി 250-ൽ പരം ശാന്തിമാരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. ഇതിനോടകം തന്നെ തലസ്ഥാന നഗരത്തിന്റെ വീഥികൾക്കിരുവശവും പൊങ്കാലയടുപ്പുകളാൽ നിറഞ്ഞുകഴിഞ്ഞു. പൊങ്കാലയെ പ്ലാസ്റ്റിക് മുക്തമാക്കി ഹരിതമാക്കാനുള്ള അവസാനവട്ട ഒരുക്കങ്ങളിലാണ് ജില്ലാ ഭരണകൂടവും നഗരസഭയും. ഇതിനായി നഗരസഭ നേരിട്ട് സ്റ്റീൽ പാത്രങ്ങളും ഗ്ലാസുകളും ശേഖരിച്ച് സംഘടനകൾക്ക് കൈമാറി. പൊങ്കാല കഴിഞ്ഞുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി 2000-ഓളം തൊഴിലാളികളെയും നിയോഗിച്ചിട്ടുണ്ടെന്ന് മേയർ VK പ്രശാന്ത് പറഞ്ഞു. നിരവധി സ്ക്വാഡുകളായി തിരിച്ച് പൊങ്കാല കഴിഞ്ഞ് 3-4 മണിക്കൂറുകൾക്കകം തന്നെ നഗരം മുഴുവൻ വൃത്തിയാക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. പൊങ്കാലയ്ക്ക് മുമ്പായി തന്നെ നഗരത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ സ്പ്രേയിങ്ങും ഫോഗിംഗ് അടക്കമുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. ഭക്തരുടെ സുരക്ഷയ്ക്കായി ഷാഡോ അംഗങ്ങൾ ഉൾപ്പെടെ 4000-ഓളം പോലീസുകാരെയാണ് വിന്യസിച്ചിട്ടുള്ളത്. ഇത്തവണ തമിഴ്നാട്ടിൽ നിന്നുള്ള ഷാഡോ പോലീസും എത്തുന്നുണ്ട്. പൊങ്കാലയോടനുബന്ധിച്ച് നഗരത്തിൽ നാളെ രാത്രി 8 വരെ ഗതാഗത നിയന്ത്രണവും പോലീസ് ഏർപ്പെടുത്തി. റെയിൽവേയും KSRTCയും ഭക്തർക്കായി പ്രത്യേക സർവീസും നടത്തും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.